ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഹോസ്പിറ്റൽ വീഡിയോ ആണ്. അതായത് ഇന്നലെ ജൂൺ 17, ഇന്ന് ജൂൺ 18 വീഡിയോ എടുക്കുന്നത് രാവിലെ. അപ്പം ജൂൺ 17 എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ വർഷവും ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം എന്നാണ് എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ദിവസമാണ്. എന്താ പറയുക, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ അന്ന് അവധിയാണ്. എനിക്ക് ഭയങ്കര സങ്കടം. അത് വർക്കിംഗ് ഡേ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് സ്കൂളിൽ പോകണം, കൂട്ടുകാർക്ക് ചോക്ലേറ്റ് കൊടുക്കണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ നമുക്കന്ന് കളർ ഡ്രസ്സൊക്കെ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഇടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടും എനിക്ക് ഭയങ്കര എന്താ പറയുക, സന്തോഷമുള്ള ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ മനസ്സിലായി ബർത്ത്ഡേക്ക് സ്കൂളിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ കൂട്ടുകാർ തരും എന്നുള്ളത്. അപ്പോൾ അതും കൂടെ ആയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ചെറിയ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണമെന്നാണ്. പക്ഷേ ഞാനപ്പം തലേദിവസം പറയും എൻ്റെ ബർത്ത്ഡേ ആണ്, നാളെ എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. എന്ന് വെച്ചാൽ എനിക്ക് ചോക്ലേറ്റ് കൊടുക്കണമല്ലോ, അപ്പോൾ എല്ലാവരും വരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക, സ്കൂളിലാണെങ്കിലും കോളേജാണെങ്കിലും ഒക്കെ ബർത്ത്ഡേ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അന്ന് ചോക്ലേറ്റ് കൊടുക്കുകയും ചെയ്യാം, പിന്നെ മനസ്സിലായി ഗിഫ്റ്റും കിട്ടുമല്ലോ എന്ന്, ആ ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് 365 ദിവസത്തിലെ ഈ ജൂൺ 17 എന്ന് പറയുന്ന ദിവസം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ദിവസമാണ്. ഞായറാഴ്ച എങ്ങാനും ആയാൽ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം തിങ്കളാഴ്ച പിന്നെ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ. പക്ഷേ ഇന്നലത്തെ ജൂൺ 17 എൻ്റെ പൊന്നെ ഇത്രയ്ക്കും എന്താ പറയുക, എനിക്ക് ഇഷ്ടമില്ലാത്ത, ഇപ്പോൾ ഈ 17 ഞാൻ ഓർക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പോലെ അവസ്ഥയിലായൊരു ഇതായിരുന്നു. അതായത് ഞാൻ ഏതെങ്കിലും പുറത്ത് സ്ഥലത്ത് ലുലു മാളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാം എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന ഞാൻ ഇന്നലെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. അതായത് ഇന്നലെ ഉച്ചയായപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര യൂറിൻ ഇൻഫെക്ഷൻ്റെ വേദന തുടങ്ങിയിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. പിന്നെ പിള്ളേർ എന്തായാലും അലമുണ്ടാക്കാതെ കളിച്ചുമൊക്കെ നടന്നുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. അവരുടെ കാര്യം പിന്നെ അമ്മ നോക്കി കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വേദന എടുത്തിട്ട് ഞാൻ ഇന്നലെ ഏറ്റവും കൂടുതൽ എന്താ പറയുക സ്പെൻഡ് ചെയ്തത് ബാത്റൂമിൽ. അവിടെ നിന്ന് എനിക്ക് ഇറങ്ങാനേ പറ്റില്ല, അത്ര വേദന കൊണ്ട്. എനിക്ക് പൈപ്പ് തുറന്ന് വെച്ചിട്ട് വെള്ളം കാലിലൊഴിച്ച് നിൽക്കുന്നു, അങ്ങനെ അവസാനം വൈകുന്നേരമായപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നിട്ട് എന്താണ് യൂറിൻ ടെസ്റ്റ് ചെയ്തു. നല്ല ഇൻഫെക്ഷനാണ്, കൂടിയിരിക്കുകയാണ് ഇൻഫെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് എഴുതി തന്നു. അത് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഉണ്ട് 9 മണിയോളമായി അടുത്തു. പിന്നെ എനിക്ക് പത്തിരി ബീഫ് ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നുണ്ട്. അമ്മ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ തന്നെ നല്ല വിശന്നാണ് വന്നത്. അത് വേഗം അത് കഴിക്കുമായിരുന്നു. പിന്നെ രാത്രിയിൽ കേക്ക് കിട്ടിയതു സന്തോഷം. കുട്ടികൾക്കും കൊടുത്തു, ഞാനും കഴിച്ചു, എല്ലാവരും കഴിച്ചു. പിന്നെ എന്താ പറയുക, പിന്നെ കിടന്ന് ആൻറ്റിബയോട്ടിക് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ബോധം കിട്ടണമെന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ഒരു വിളിവില്ലുണ്ട് എപ്പോഴും പെട്ടെന്ന് കുറേ നാൾ കൂടിയാണ് മെഡിസിൻ കഴിക്കുന്നത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കും കൂടി ആയതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. അപ്പം എന്താ പറയുക, അങ്ങനെ എനിക്ക് ഈ ജൂൺ 17 എന്ന് പറഞ്ഞ ദിവസം എനിക്ക് എന്താ പറയുക, ഓർക്കാനേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത പോലെ ആയിപ്പോയി. അത്രയ്ക്കും വേദന കൊണ്ട് എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയതോ അല്ലെങ്കിൽ അതൊന്നുമല്ല, വേദന കൊണ്ട് എനിക്ക് എന്താ പറയുക നിൽക്കക്കളിൽ എന്ന് പറഞ്ഞ അവസ്ഥയായി. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞാൻ സിനിമയിലൊക്കെ ഉണ്ട്, നമ്മളിപ്പം നമ്മുടെ ബർത്ത്ഡേ ഉള്ള ദിവസം നമ്മൾ ചിലപ്പോൾ അത് അവിടെ നമ്മൾ ആരുടെയെങ്കിലും പറയേണ്ടി വരുമ്പോൾ പുറത്ത് പോയി പറയേണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഒരു പരിചയം പോലും ഇല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസം പറയും എന്ന് പറഞ്ഞില്ല. ഞാൻ ഇന്നലെ കാർഡും കൊണ്ട് ചെന്നപ്പോൾ എൻ്റെ റിസപ്ഷനിൽ ഇരുന്ന് എന്താ പറയുക ചേച്ചി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചപ്പോൾ ഞാൻ ജൂൺ 17/6 ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം ആ ചേച്ചി അവനും ബർത്ത്ഡേ ആണല്ലേ, ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞു. എന്താ പറയുക, എനിക്ക് പുറത്തുനിന്നൊരു കിട്ടി വിശ്വസിക്കുന്നത് അതാണ്. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. അപ്പം അങ്ങനെയാണ് എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ കഴിഞ്ഞു. എനിക്ക് എന്താ പറയുക, എനിക്ക് അതുപോലെ നമ്മൾ കുഞ്ഞിലേക്ക് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മൾ എന്നിട്ട് എന്താ പറയുക ഓരോ കാര്യങ്ങളും ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്നിട്ട് ചെയ്ത് കഴിയുമ്പോൾ ടിക്കറ്റ് പോകുന്നത് എനിക്കങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു, സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോലും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ ഒരു പ്ലാനേ നടത്താറില്ല. നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒഴുക്കിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴുകിപ്പോകുന്നല്ലാണ്ട് നമ്മൾ ഒരു കാര്യം ഞാനിപ്പോൾ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്ന സ്ഥലങ്ങൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും പ്ലാനും ഇനി ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. കണ്ണാണെങ്കിൽ തുറക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ക്ഷീണവും ഉറക്കവും ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ വീർത്ത് ഇങ്ങനെ പോവുക. അതുകൊണ്ട് എൻ്റെ കണ്ണ് ചിലപ്പം കണ്ണിങ്ങനെ കുഞ്ഞായിട്ടായിരിക്കും കാണുന്ന വീഡിയോയിൽ.
അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇതൊക്കെ തന്നെ ധാരാളം. അപ്പം ഞാൻ ബർത്ത്ഡേ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞാനിപ്പം അതും നടന്നില്ല, ആ ഒരു പ്ലാനും നടന്നില്ല. ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളും അതൊക്കെ ഇനിയും പോകണം. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെല്ലണം. എന്നിട്ട് വേണം മരുന്ന് മാറ്റുമോ അല്ലെങ്കിൽ മരുന്ന് ഇനി കഴിക്കണമുണ്ടെന്നൊക്കെ അറിയാനായിട്ട്. നല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല. ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ദിവസം മൊത്തം ബോധം കെട്ട് കിടക്കുമായിരിക്കും മിക്കവാറും. അപ്പം രാവിലെ ഇച്ചിരി ഒരു എന്താ പറയുക, സംസാരിക്കാൻ പറ്റിയ ഇതായതുകൊണ്ടാണ് രാവിലെ വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേച്ചാ.